First one, fill in the blanks. ശ്രദ്ധിച്ച് ആൻസർ എഴുതുക. Fill in the blanks. അതിലെ ഒന്നാമത്തത് dash are an important gift of nature. An important gift of nature. Dash are an important gift of nature. Dash are an important gift of nature. എന്തിനാ നമ്മൾ പ്രകൃതിയുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്? എന്താ പ്രകൃതിയുടെ ഗിഫ്റ്റ്? ഡാഷ് is an important gift of nature. Second one, ശ്രദ്ധിച്ചെഴുതണേ. Second one, dash are also called monsoon forest. Monsoon forest. Dash are also called monsoon forest. ഏത് ഫോറസ്റ്റിനെ നമ്മൾ മൺസൂൺ ഫോറസ്റ്റ് എന്ന് പറയാം? ഏതോ ഒരു ഫോറസ്റ്റിന്റെ മറ്റൊരു പേരാണ് മൺസൂൺ ഫോറസ്റ്റ്. Then next one, third one, dash forest do not shed their leaves. Do not shed their leaves. ഇലകൾ പൊഴിക്കാത്ത മരത്തിന് നമ്മൾ എന്താ പറയാ? Do not shed their leaves. ഇലകൾ പൊഴിക്കാതെ എപ്പോഴും നല്ല പച്ച നിറത്തിൽ കാണുന്ന മരത്തിന് എന്താണ്, വനങ്ങൾ എന്താണ് നമ്മൾ പറയാ? ആ ഫോറസ്റ്റിന് എന്താണ് പറയാ? Dash forest do not shed their leaves. ഏതോ ഒരു ട്രീ ഫോറസ്റ്റ് ഇലകൾ പൊഴിക്കാറില്ല. അതിന്റെ പേരെന്ത്? Then fourth one, fourth one, dash is an example of evergreen trees. Evergreen tree. Evergreen treeക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതാണ്. Then fifth one, last one, fourth one, there are dash
national parks. There are dash national parks in India. In India now. ഇപ്പൊ നമ്മുടെ ഇന്ന് ഈ ടെക്സ്റ്റിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ എത്ര നാഷണൽ പാർക്സ് ഉണ്ട്? There are dash national parks in India now. Okay. Finish ആണോ? ശ്രീദേവേ, എബിൻ, കൃപാമേരി അബ്രഹാം, ഫിനിഷ് ആണോ? ഓക്കെ ഓക്കെ. ആരോൺ, ആഗ്നസ്, ക്രിസ്റ്റി എഴുതി കഴിഞ്ഞ മക്കളെ? സ്പെല്ലിംഗ് തെറ്റിക്കാതെ എഴുതാ. ആദിദേവ്, ദേവാഞ്ജന, ആഷിൻ, okay. I think you have finished. Then next one, answer these questions. Next one, answer these questions. Answer the following questions. Then sixth one, list the things that we get from forest. FORESTS. ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളുടെ പേര് എഴുതുക. എന്തൊക്കെയാണ് നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുക? Things we get from forest. Write the names of things we get from forest. What are the things we get from forest? Okay. Then seventh one. What is the difference between evergreen and deciduous forest? Evergreen and deciduous forest. Okay. അതായത് evergreen ഫോറസ്റ്റും deciduous ഫോറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. Then eighth one. Which are the animals found in deciduous forest? Which are the animals found in deciduous forest?
Which are the animals found in deciduous forest? Deciduous forest il കാണപ്പെടുന്ന animals ഏതൊക്കെയാണ്? Then ninth one. Ninth one. Why have national parks and wildlife sanctuaries been set up? Okay. കഴിഞ്ഞു കേട്ടോ, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ശ്രദ്ധിച്ചെഴുതണേ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ തിങ്സ് ദാറ്റ് വി ഗെറ്റ് ഫ്രം ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന തിങ്സ് എന്തൊക്കെയാണ്, സാധനങ്ങൾ എന്തൊക്കെയാണ്. ഏഴാമത്തെ, ഡിഫറൻസ് ബിറ്റ്വീൻ എവർഗ്രീൻ ആൻഡ് ഡെസിഡുവസ് ഫോറസ്റ്റ്. ഡെസിഡുവസ് ഫോറസ്റ്റും എവർഗ്രീൻ ഫോറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. Then eighth one, which are the animals found in deciduous forest? Deciduous ഫോറസ്റ്റിൽ കാണപ്പെടുന്ന ആനിമൽസ് ഏതൊക്കെയാണ്. ലാസ്റ്റ് വൺ, why have national parks and wildlife sanctuaries been set up? എന്തിനാണ് നമ്മൾ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും അതുപോലെ നാഷണൽ പാർക്സ് ഒക്കെ സെറ്റപ്പ് ചെയ്തത്, എന്തിനു വേണ്ടിയാണ്? These are the questions. Your questions are over. You can write down the questions, answers only, no need questions. Okay. All of you listen to write without spelling mistake. Spelling mistake കൂടാതെ എഴുതാം. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ തന്നത് ഒരു ക്വസ്റ്റ്യൻ നോട്ടിൽ എഴുതാത്തതാണ്. ടെക്സ്റ്റ് വായിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. എപ്പോഴും നിങ്ങളോട് ഞാൻ പറയുന്നത് 3-4 പ്രാവശ്യം ടെക്സ്റ്റ് വായിക്കണം എന്നല്ല, അല്ലേ? ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ മിസ് ചെയ്യാൻ പോകുന്ന കാര്യം, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തരില്ല. സോറി, ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരില്ല. ടെക്സ്റ്റ് വായിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ എനിക്ക് തരുള്ളൂ അടുത്ത എക്സാം മുതൽ. ആരാ ഒരാൾ കൈ കാണിച്ചതല്ലോ, ആരായിരുന്നു? ആഷിനെ, എബിൻ കഴിഞ്ഞോ മോനെ? കഴിഞ്ഞോ എബിൻ? ആ ഓക്കെ, വായിച്ചു നോക്ക്, എവിടെയെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ നോക്കെ. ഷെഫിക്ക് എപ്പോഴും പേര് ഷാജനയൽ എന്നാണ്. ഞാൻ ഇനി ഷെഫീനെ അങ്ങനെ തന്നെ വിളിക്കും, പേര് മാറ്റിയില്ലെങ്കിൽ.
എന്താ അൽന എന്താ മോളെ? ഒന്നാമത്തത് ഞാൻ പറഞ്ഞു തരാം, കാണിക്കാൻ നമ്മളെ കമ്പ്യൂട്ടറിൽ സേവ് അല്ല. മിസ് ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ഒന്നാമത്തത് ഡാഷ് ആർ ആൻ ഇമ്പോർട്ടന്റ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ. ഡാഷ് ആർ ആൻ ഇമ്പോർട്ടന്റ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ. Second one, dash are also called monsoon forest. Monsoon forest ന്റെ മറ്റൊരു പേര് എന്താണ്? Dash are also called monsoon forest. Then third one, dash forest do not shed their leaves. ഇലകൾ പൊഴിക്കാത്ത ഫോറസ്റ്റിനെ നമ്മൾ എന്താണ് പറയാ? നമ്മൾ പറഞ്ഞില്ലേ കനോപ്പി പോലെ ആയിരിക്കും അതിന്റെ റൂഫ് എന്നൊക്കെ പറഞ്ഞില്ലേ? Then okay, next one, fourth one, dash is an example of evergreen tree. Dash is an example of evergreen tree. Then fifth one, there are dash national parks in India now. ഇന്ത്യയിലെ എത്ര നാഷണൽ പാർക്സ് ഉണ്ട്? മൂന്നാമത്തെ ഒന്നും കൂടെ പറയുമോ? മൂന്നാമത്തെ പറയാം. മൂന്നാമത്തത് ഡാഷ് ഫോറസ്റ്റ് ഡു നോട്ട് ഷെഡ് ദർ ലീവ്സ്. അഞ്ചാമത്തത് there are dash national parks in India. ഇന്ത്യയിലെ എത്ര നാഷണൽ പാർക്സ് ഉണ്ട്? ആരോണെ എഴുതി കഴിഞ്ഞ മോനെ? ആരോൺ എഴുതിയോ? ഓക്കെ. ക്രിസ്റ്റി എഴുതിയോ മോനെ? ക്രിസ്റ്റി സിൻഡോ എഴുതിയില്ലേ? ഓക്കെ. ആൻഡ്രോസ് എഴുതിയോ? ഇല്ല. ഓക്കെ. ഷെഫി ആദിദേവ് പ്രമോദ് എഴുതിയോ? ശ്രീദേവ് കൃഷ്ണ. ഓക്കെ. കൃപാമേരി കൃപ അഞ്ച് മിനിറ്റും കൂടെ ടൈം തരുള്ളൂ, പെട്ടെന്ന് എഴുതാ.
8:06 4 മിനിറ്റും കൂടി തരുള്ളൂ. ഷെഫി എഴുതി കഴിഞ്ഞതാണോ? ആ പെട്ടെന്ന് എഴുത്. ആഷിനെ പറഞ്ഞ മോനെ എന്തായിരുന്നു ആഷിൻ? അല്ല, എങ്ങനെ കേട്ടില്ല? ആഷിൻ ചോദിച്ചത് കേട്ടില്ല മോനെ, എന്തായിരുന്നു? കേട്ടില്ല. കേട്ടു. What is the difference between evergreen and deciduous forest? 7th one. ട്രീ ആയാലും ഫോറസ്റ്റ് ആയാലും അതേ മോനെ, ട്രീസും അത് എവർഗ്രീൻ ഫോറസ്റ്റും അല്ലല്ലോ എവർഗ്രീൻ ട്രീസും ഒന്ന് തന്നെയാണ്. അതായത് എവർഗ്രീൻ ട്രീസ് അല്ലെങ്കിൽ ഡെസിഡ്യൂസ് ട്രീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ലെങ്കിൽ എവർഗ്രീൻ ഫോറസ്റ്റും ഡെസിഡ്യൂസ് ഫോറസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ, ഏതോ ഒന്ന് ഇല പൊഴിക്കും, ഏതോ ഒന്ന് ഇല പൊഴിക്കില്ല, അങ്ങനെ കുറെ പ്രത്യേകതകൾ പറഞ്ഞില്ലേ? എവർഗ്രീൻ ട്രീസ് തന്നെയാണ് എവർഗ്രീൻ ഫോറസ്റ്റ് കേട്ടോ. കുറെ ട്രീസ് ചേർന്നിട്ടല്ലേ ഫോറസ്റ്റ് ഉണ്ടാവുക. കുറെ എവർഗ്രീൻ ട്രീസ് ചേർന്നിട്ടാണ് ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് ഉണ്ടാവുക അല്ലേ? ആഗ്നസ് എഴുതി കഴിഞ്ഞ മോളെ? ആഗ്നസ്, ഓക്കെ. എട്ടേ 10 ഇപ്പൊ ആകുവേ, പെട്ടെന്ന് എഴുതാ. എല്ലാവരും ടെക്സ്റ്റ് വായിക്കണം എന്ന് എപ്പോഴും മിസ് പറയുന്ന 3-4 പ്രാവശ്യം വായിക്കണം. ടെക്സ്റ്റ് വായിക്കുന്ന കുട്ടിക്ക് 1 വേർഡ് ഒക്കെ ഈസി ആയിരിക്കും. എട്ടേ 10 ഓക്കെ, ഞാൻ ആൻസർ പറഞ്ഞുതരാം. ആഷിൻ ഫിനിഷ് അല്ലേ മോനെ? ആഷിൻ എഴുതി കഴിഞ്ഞോ? പെട്ടെന്ന് എഴുത്, പെട്ടെന്ന് എഴുത്. ഓക്കെ, ആൻസർ പറഞ്ഞുതരാം. കറക്റ്റ് ആണോ നോക്കണേ? ഒന്നാമത്തത് ഡാഷ് ആർ ആൻ ഇമ്പോർട്ടന്റ് ഗിഫ്റ്റ് ഓഫ് നേച്ചർ. എന്താ കറക്റ്റ് ആൻസർ? ഫോറസ്റ്റ്, FOREST. ഫോറസ്റ്റ് ആർ an important gift of nature. Then second one, dash are also called monsoon forest. Monsoon forest ന്റെ മറ്റൊരു പേരെന്താ? Deciduous forest.
എന്താണ്? deciduous forest. Monsoon forests are also known as deciduous forest. Monsoon forests are also known as deciduous forest. Then third one. Then dash forest. Third one, dash forest do not shed their leaves. ഇലകൾ പൊഴിക്കാത്ത ഫോറസ്റ്റിനെ നമ്മൾ എന്താ പറയാ? അങ്ങനെയുള്ള മരങ്ങളെ നമ്മൾ എന്താ പറയാ? എവർഗ്രീൻ അല്ലെ? എവർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലായ്പ്പോഴും. എവർഗ്രീൻ ഫോറസ്റ്റ്. എവർഗ്രീൻ ഫോറസ്റ്റ്. Evergreen forests do not shed their leaves at any time. Then fourth one, dash is an example of evergreen tree. Dash is an example of evergreen tree. Kore trees നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ebony, mahogany, rosewood എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? ebony, mahogany, rosewood are an example of evergreen trees. ഏത് എഴുതിയാലും ശരിയാണ്. ഒന്നുകിൽ എബോണി എന്ന് എഴുതുക, അല്ലെങ്കിൽ മഹാഗണി എന്ന് എഴുതുക, അല്ലെങ്കിൽ റോസ്വുഡ്. എബോണി, മഹാഗണി ഓർ റോസ്വുഡ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ ശരി കൊടുക്കാം കേട്ടോ. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ ശരി കൊടുക്കാം. Then fifth one, there are dash national parks in India. ഇന്ത്യയിൽ എത്ര നാഷണൽ പാർക്സ് ഉണ്ട്? 100. How many? 100 national parks in India now. Okay. ഈ 5 എണ്ണം ശരിയായാൽ 5 മാർക്ക്. ഒന്നിന് എത്ര മാർക്കാ? 1 മാർക്ക്. ഒന്നിന് 1 മാർക്ക്. 5 എണ്ണം ശരിയായാൽ 5 മാർക്ക്. Then sixth one, list the things that we have get from forest. നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുക? എന്തൊക്കെ കിട്ടും? ഫോറസ്റ്റിൽ നിന്ന് എന്തൊക്കെയാ കിട്ടുക? എന്തൊക്കെയാ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുക? എഴുതിക്കോ. wood, പിന്നെ herbs, 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 then fruits, gum, and medicinal plants. These are the things get from forest. ഇത്ര എഴുതിയാല് 2.5 മാർക്ക്. ഇനി 6 മുതൽ 10 വരെയുള്ളതിന് 2.5 മാർക്ക് ഇതാണ്. അപ്പൊ 4 എണ്ണത്തിന് 10 മാർക്ക്. 10ഉം ആദ്യത്തെ 5 എണ്ണത്തിന് 5ഉം. അങ്ങനെ 15ലാണ് മാർക്ക് വരിക കേട്ടോ. ഔട്ട് ഓഫ് 15 ആണ്. അപ്പൊ 4 എണ്ണത്തിന് 2.5 വെച്ച് കൂട്ടാൻ പറയണം. ഇനി ഏഴാമത്തെ ആൻസർ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എവർഗ്രീൻ ആൻഡ് ഡെസിഡ്യൂസ് ഫോറസ്റ്റ്? എന്താണ്? എവർഗ്രീൻ ഫോറസ്റ്റ് ഡു നോട്ട് ഷെഡ് ദെയർ ലീവ്സ് ഇൻ എനി ടൈം അല്ലേ? ബട്ട് ഡെസിഡ്യൂസ് ഫോറസ്റ്റ് ഷെഡ് ദെയർ ലീവ്സ് in the dry season. എഴുതിക്കോ. evergreen forest do not shed their leaves. Whereas deciduous forest shed their leaves in the dry season. Okay. Then eighth one, which are the animals found in deciduous forest? Deciduous forest കാണപ്പെടുന്ന animals ഏതൊക്കെയാണ്? Which are the animals found in
deciduous forest. Which are the animals found in deciduous forest? എഴുതിക്കോ. ഇത് നിങ്ങൾ പഠിക്കണം, നിങ്ങളെ ടെക്സ്റ്റിൽ ഇല്ല. ഇത് പഠിക്കുക, ഇത്രയും മാത്രം പഠിക്കുക. ഈ തന്ന പേര് മാത്രം പഠിക്കണേ. ഡിയർ, DEER, ഡിയർ. പിന്നെ സ്ക്യൂറൽസ്, SQUIRRELS, സ്ക്യൂറൽസ്. Then mice, mice means എലി, mice, etc. മുഴുവനൊന്നും വേണ്ട, ഈ 2-3 എണ്ണത്തിന്റെ പേര് പഠിക്കാം. ഇത് ആരും എഴുതിയിട്ടില്ലല്ലോ? ഉണ്ടോ? എന്തെങ്കിലും ആൻസർ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇത് എന്തുകൊണ്ടാ മിസ് ഈ ക്വസ്റ്റ്യൻ തന്നേന്നറിയോ? നിങ്ങൾ ഇത് അങ്ങനെ തന്നെ ഈ ക്വസ്റ്റ്യൻ വിടുവോ അല്ലെങ്കിൽ എന്തിനെങ്കിലും പേര് എഴുതുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇട്ടതാ. മനസ്സിലായോ? ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ ഇല്ല. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യോ അല്ല അതുപോലെ വിടുവോ എന്ന് അറിയണ്ടേ നമുക്ക്? എന്തെങ്കിലും എഴുതി വെച്ചൊന്ന് കൈ കാണിച്ചേ. ഏതെങ്കിലും ആനിമൽസിന്റെ പേര്. ആദിദേവ് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ ആരാ? ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തവര്. ഇപ്പൊ എന്ത് ചെയ്യണം? ഇനി എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്തെങ്കിലും അറിയെങ്കിൽ അത് എഴുതി വെക്കണം. ഒരു ക്വസ്റ്റ്യൻ വിടാൻ പാടില്ല. നമുക്ക് അറിയുന്ന ആൻസർ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ. ഇപ്പം ഡിയർ, സ്ക്യൂറൽസ്, മൈസ് എക്സെട്ര ആർ ദ ആനിമൽസ് ഫൗണ്ട് ഇൻ ഡെസിഡിയസ് ഫോറസ്റ്റ്. ദെൻ 9th one, മക്കളെ ടൈം ഇപ്പം ക്ലാസ് കട്ടായി പോവും. 9th one, why have national parks and wildlife sanctuaries set up? എന്തിനു വേണ്ടിയാ? To protect wild animals and to save natural vegetation. Okay. To protect wild animals and to save natural vegetation. അപ്പൊ ആദ്യത്തെ 5 എണ്ണത്തിന് 5 മാർക്ക്, 6, 7, 8, 9 ഇതിന് ഒന്നിന് 2.5 മാർക്ക് വീതം, 4 എണ്ണത്തിന് 10 മാർക്ക്. മനസ്സിലായോ? അപ്പൊ ആർക്ക് ഫുള്ള് മാർക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് അല്ലേ? കാരണം മിസ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇല്ലേ? ഇനി എന്ത് ചെയ്യാ? എപ്പോഴും നമ്മൾ ഒരു ലെസൺ പഠിക്കുമ്പോൾ അതുമായി ബേസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളൊക്കെ, നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണ്, എല്ലാ കാര്യങ്ങളൊന്നും മിസ്സിന് ക്ലാസ്സിൽ പറഞ്ഞുതരാൻ പറ്റില്ല അല്ലേ? ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? കുറെ നമ്മള് ഫോറസ്റ്റിന്റെ പേര് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഓരോ ഫോറസ്റ്റിന്റെയും പേരൊക്കെ ഗൂഗിളിൽ അടിച്ചു നോക്കി നിങ്ങൾ അതിന്റെ ഫോട്ടോസും അതുപോലെ അതിവിടെ കാണുന്ന ആനിമൽസിനെ ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് ഓൺലൈൻ ക്ലാസ് ആണ്, അപ്പൊ മുഴുവനൊന്നും മിസ്സിന് പറഞ്ഞുതരാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ഇട്ടത്. അപ്പൊ എല്ലാവർക്കും ഒന്നും ഫുൾ മാർക്ക് ഉണ്ടാവില്ല. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങള്, 4 ഫോറസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 ഫോറസ്റ്റും ഗൂഗിളിൽ പോയി അടിച്ചു നോക്കുക. അതിന്റെ പിക്ചറും കാണാൻ പറ്റും, അവിടെ കാണുന്ന ആനിമൽസിന്റെ പേരും ആനിമൽസിന്റെ ഫോട്ടോസും കാണാൻ പറ്റും.
ഫ്രീ ആയിരിക്കും, ക്ലാസ് ടൈമിലല്ല, ക്ലാസ് ഇല്ലാത്ത ടൈമിൽ ഇത് പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഇതിന്റെ ഫോട്ടോസും ആനിമൽസിനെയും ഒക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാ സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആണോ മിസ് എടുക്കുന്നത് അതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഗൂഗിളിന്റെ സഹായത്തിൽ എല്ലാം പഠിക്കാൻ പറ്റും. കളിക്കാൻ പോകാതെ കുറെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഓൺലൈൻ ക്ലാസ് ആണ്, അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിവ് നിങ്ങൾ നേടുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പൊ തന്നെ ഇതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരിക. നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടായി പോവും. ബൈ ബൈ, സി യു.